ജിമ്മ് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര വിശപ്പ്. വാ സോയക്കറി ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാക്കറ്റിലുള്ള സോയ പാത്രത്തിലാക്കിയിട്ട് നമ്മളൊരു 4 to 5 മിനിറ്റ്സ് അതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അത് ബോയിൽ ആകുമ്പോഴത്തേനും നമുക്ക് ഉള്ളി, തക്കാളി, പിന്നെ ഒരു പച്ചമുളക് സെറ്റാക്കി വെക്കാം. എന്നിട്ട് അത് വാഷ് ചെയ്തിട്ട് നമുക്ക് വേഗം കട്ട് ചെയ്യാട്ടോ. ഉള്ളി അരിയാൻ ഞാൻ പണ്ടേ മിടുക്കത്തിയാണ്, വിത്തൗട്ട് കൈ മുറിയൽ. പക്ഷേ നല്ല രീതിയിൽ കരയും ഞാൻ. കുക്ക് ചെയ്യാൻ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിലും ഉള്ളി അരിയാൻ ഞാൻ നല്ല എക്സ്പേർട്ടാണ്. അപ്പോഴത്തേനും പാൻ വെച്ചത് ചൂടാകുമ്പോഴത്തേനും നമുക്ക് തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. പിന്നെ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പട്ട, ഗ്രാമ്പൂ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്നും ഇടണമെന്നും കൂടി എനിക്കറിയില്ല. പക്ഷെ വെറുതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. ഉള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്തു. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തു. അപ്പോഴത്തേനും നമുക്ക് സോയ ഒന്ന് പിഴിഞ്ഞെടുക്കണം അതുപോലെ. പിന്നെ മസാല പേസ്റ്റാക്കി വെച്ചത് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഈ ഒരു കണ്ടെയ്നർ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് എല്ലാ മസാലസും ആ ഒറ്റ കണ്ടെയ്നറിൽ ഇടാൻ പറ്റും. അത് കഴിഞ്ഞുള്ള മസാലസൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, എന്നിട്ട് സോയയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ സെറ്റായി നമ്മുടെ സോയക്കറി. പിന്നെ ഞാനൊരു ജ്യൂസും കൂടി അടിച്ചു കുടിച്ചു. എൻ്റെ വയറും മനസ്സും സൂപ്പറായി ഗൈസ്. അപ്പോൾ അത്രയുള്ളൂ. ബൈ.